നമ്മൾ എന്ത് ചെയ്താലും പ്രശ്നമാണ്. ആളുകൾ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നു. കൂട്ടുകാരാണെങ്കിൽ വട്ടത്തിലിട്ട് തൂക്കുന്നു. എന്റെ നിലപാടുകൾ ശരിയാണെങ്കിൽ പോലും എന്നെ ആർക്കും ഇഷ്ടമാവുന്നില്ല. ഇനി ചിലപ്പോൾ എന്റെ മിസ്റ്റേക്ക് ആയിരിക്കുമോ? ഇതുപോലെ ചിന്തിക്കാത്തവരായി നമ്മളിൽ ആരും തന്നെ കാണില്ല. സത്യത്തില് മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടാത്തത് അവരുടെ തെറ്റുകൊണ്ടല്ല, നമ്മളിൽ എന്തോ കുറവുള്ളത് കൊണ്ടാണ്. ആ കുറവുകളെ തിരിച്ചറിയാൻ എന്നെ സഹായിച്ച ബെസ്റ്റ് സെല്ലിംഗ് ബുക്കാണ് ഹൗ ടു ബിക്കം എ പീപ്പിൾ മാഗ്നറ്റ്. ഈ പുസ്തകത്തിലെയും എന്റെ ലൈഫ് എക്സ്പീരിയൻസും ചേർത്തുകൊണ്ട് ഒരു 10 ഗോൾഡൻ റൂൾസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്നിവിടെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഇവന്റെ ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് എന്ത് പഠിക്കാനാണെന്ന്. 33 വയസ്സുള്ള ഒരു വിവാഹിതനാണ് ഞാൻ. എന്നിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനാണ്. ഈ വീഡിയോ കണ്ടു തീരുന്നതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചുള്ള സെൽഫ് അവയർനെസ്സിൽ വലിയൊരു മാറ്റം തന്നെ കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. അതിലുപരി നിങ്ങൾ ഇന്നേ വരെ മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ മിസ്റ്റേക്കുകൾ തിരിച്ചറിയാനും ഈ വീഡിയോ നിങ്ങളെ ഒരുപാട് സഹായിക്കും. വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം, മോസ്റ്റ് വെൽക്കം ആൻഡ് ലവ് യു ഓൾ. മൈ നെയിം ഈസ് ആദ്യമേ തന്നെ റൂൾ നമ്പർ 10 ഈസ് അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ നാച്ചർ ആണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മറ്റൊരാൾ ബിഹേവ് ചെയ്യണമെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. കാരണം എല്ലാ മനുഷ്യരും ഇൻഡിവിജ്വൽസ് ആണ്. മറ്റുള്ളതിനേക്കാൾ കൂടുതൽ അവരവരുടെ ഇൻട്രസ്റ്റിനാണ് ഹ്യൂമൻസ് പ്രിയോറിറ്റി കൂടുതൽ കൊടുക്കുന്നത്. ഉദാഹരണത്തിന്, ഞാനൊരു പുതിയ ബിസിനസ് ചെയ്യാൻ പോകുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനോടോ പാർട്ട്ണറിനോടോ ചോദിക്കുമ്പോൾ ആദ്യം അയാൾ ചിന്തിക്കുന്നത് അയാൾക്ക് ഇതിൽ എന്ത് ബെനിഫിറ്റ് ആണ് ഉള്ളത് എന്നാണ്. ഇനി ഇയാളുടെ കഴിവ് വെച്ച് വലിയ ഉയരങ്ങളിൽ എത്തുമ്പോൾ എനിക്ക് സ്ഥാനമില്ലാതെ ആവുമോ, അല്ലെങ്കിൽ എന്നെ ഇയാൾ മറക്കുമോ എന്ന ചിന്തകളും അവരിൽ സംഭവിക്കാം. ഇതൊരിക്കലും സെൽഫിഷ് മനോഭാവമല്ല, ഇറ്റ്സ് കോൾഡ് ഹ്യൂമൻ നേച്ചർ. ഉദാഹരണത്തിന്, നിങ്ങളുടെ ബോയ് ഫ്രണ്ടിനെ ഓർ ഗേൾ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ മറ്റെല്ലാത്തിനേക്കാളും ഉപരി നിങ്ങൾക്ക് നിങ്ങളിലായിരിക്കും കൂടുതൽ ശ്രദ്ധ. നിങ്ങളുടെ പ്രസൻസ് നിങ്ങൾ കൂടുതൽ നന്നാക്കാനല്ലേ ശ്രമിക്കുക. Then why do you expect so much from others? Please accept this fact and use for your benefits. Rule number 9 is admire yourself ആണ്. Before expecting others to admire you, you must first admire yourself എന്നാണ്. മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാനായി നിങ്ങൾ തീരുമാനമെടുത്താല് ആദ്യം നിങ്ങളിൽ നിങ്ങൾക്ക് തന്നെ ഒരു ഇംപ്രസ് ഉണ്ടായിരിക്കണം. നിങ്ങൾ നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്യാത്തിടത്തോളം കാലം മറ്റൊരാൾക്ക് നിങ്ങളെ ബ്ലെയിം ചെയ്യാൻ സാധിക്കുകയില്ല. മറ്റുള്ളവർക്ക് നിങ്ങളിൽ ഒരു ഇംപ്രസ് ഉണ്ടാവണമെങ്കിൽ നിങ്ങളിൽ ആദ്യം കോൺഫിഡൻസ്, സിൻസിയറിറ്റി, ജെന്യൂനിറ്റി, സെൽഫ് റെസ്പെക്ട്, പോസിറ്റിവിറ്റി ആൻഡ് മെച്യൂരിറ്റി ഇതെല്ലാം ഉണ്ടാവണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് നല്ലത് പറഞ്ഞാലും എതിർക്കുന്ന ആളുകളോട് മൗനം പാലിക്കാനുള്ള ക്ഷമ നേടിയെടുക്കുക എന്നുള്ളതാണ്. റൂൾ നമ്പർ 8 ഈസ് വാച്ച് യുവർ ബോഡി ലാംഗ്വേജ് ആണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം, എന്നാൽ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഒരിക്കലും കള്ളം പറയില്ല. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരാൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മുഖഭാഷയിൽ അയാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഈ സംഭാഷണത്തിൽ താല്പര്യമില്ല എന്നത്. കാരണം മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസ് വാച്ചിങ് ഓൺ യുവർ ബോഡി ലാംഗ്വേജ്. സത്യത്തിൽ ബോഡി ലാംഗ്വേജ് ഒരു പവർഫുൾ വെപ്പൺ ആണ്. ഒരു വാക്ക് പോലും സംസാരിക്കാതെ നിങ്ങളുടെ എതിർക്കെ നിൽക്കുന്ന ആളെ ബോഡി ലാംഗ്വേജ് കൊണ്ട് നിങ്ങൾക്ക് ഒരു വലിയ ഡീപ്പ് കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വെറുപ്പുണ്ടാക്കിയെടുക്കാനും സാധിക്കും. ഇത് മനോഹരമായി ബാലൻസ് ചെയ്യാൻ ഏറ്റവും വലിയൊരു മാർഗം എന്നത് ഇഷ്ടമുള്ളവരുമായി ഇടപഴകാൻ ശ്രമിക്കുക. ഇഷ്ടമില്ലാത്തവരിൽ നിന്നും എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുക. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയി തോന്നുന്നവരെ മാത്രം ഒബ്സർവ് ചെയ്തുകൊണ്ട് അവരെ മിററിങ് ചെയ്യുക. മിററിങ് എന്നാൽ എതിരെ നിൽക്കുന്ന ആളുടെ ബോഡി ലാംഗ്വേജ് കോപ്പി ചെയ്യുക എന്നുള്ളതാണ്. ഈ ട്രിക്ക് എതിരെ നിൽക്കുന്ന ആളുടെ സബ് കോൺഷ്യസ് ലെവലിൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഉദാഹരണത്തിന്, കരഞ്ഞുകൊണ്ട് ഒരാൾ വിഷമം പറയുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾക്ക് കണ്ണുനീര് വരാറില്ലേ? ഇത് ഒരു വാക്ക് പോലും ഉപയോഗിക്കാതെ അയാൾ പറയുന്നതിനെ എല്ലാം നിങ്ങൾ അതുപോലെ മനസ്സിലാക്കി എടുക്കുന്നത് കൊണ്ടാണ്. അയാളുടെ ഇമോഷൻസിനെ നിങ്ങൾ പോലും അറിയാതെ ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ്. ഇത്തരം ബോഡി ലാംഗ്വേജുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഒരു വലിയ ഗെയിം ചേഞ്ചർ ആയിട്ട് മാറാൻ കാരണമാകുന്നു. റൂൾ നമ്പർ 7 ഈസ് മോസ്റ്റ് അട്രാക്റ്റീവ് ടോപ്പിക് ഈസ് ദംസെൽവ്സ് ആണ്. ആളുകളെ ഇംപ്രസ് ചെയ്യാനായിട്ട് രാഷ്ട്രീയക്കാരും സെലിബ്രിറ്റീസും കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണിത്. ലോകത്തിലെ തന്നെ മോസ്റ്റ് ഇൻട്രസ്റ്റഡ് ടോപ്പിക് എന്നത് നിങ്ങളെ കേൾക്കുന്നവരെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. 4 ആൾ ഒരുമിച്ച് കൂടെയുള്ള സമയത്ത് ഒരാൾ അയാളെ കുറിച്ച് മാത്രം സെൽഫ് ഒബ്സസ്ഡ് ആയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബാക്കി 3 ആളുകൾക്കും ഇറിറ്റേഷൻ വന്നു തുടങ്ങും. അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ, ഞാൻ എന്നതിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ, നീ എന്നതിനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങുക. എന്നെ പറ്റി ഞാൻ ഒരുപാട് പോസിറ്റീവ് പറയാതെയും മറ്റുള്ളവരെ പറ്റി ഞാൻ നെഗറ്റീവ് പറയാതെയും ഇരിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുള്ളവരെ കുറിച്ച് അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ടിനെ, പാർട്ട്ണറിനെ, ഇവരെ കുറിച്ചൊക്കെ മാക്സിമം മറ്റുള്ളവരോട് കുറ്റം പറയാതിരിക്കാൻ ശ്രമിക്കുക. കാരണം പല സാഹചര്യങ്ങളിൽ ഇവരെല്ലാം നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇവരെ കുറിച്ചൊക്കെ പരസ്യമായി മോശമായി ചിത്രീകരിക്കുന്നവരെ കേൾക്കുന്നവർക്ക് അവരോട് സ്വാഭാവികമായും വെറുപ്പും അരോചകവുമായി തോന്നുന്നു. പോയിന്റ് നമ്പർ 6 ഈസ് മേക്ക് പീപ്പിൾസ് ഫീൽ മോർ ഇമ്പോർട്ടൻസ് എന്നാണ്. ഷാരൂഖ് ഖാനെ ആദ്യമായി മീറ്റ് ചെയ്യുന്ന ഒരാള് അയാളിൽ അഡിക്റ്റ് ആവും എന്നാണ്. ഇതുപോലെ തന്നെയാണ് മോഹൻലാലിനെ കുറിച്ച് നെടുമുടി വേണുവും പറഞ്ഞിട്ടുള്ളത്. മോഹൻലാൽ ശ്രീകൃഷ്ണനെ പോലെയാണ്. സ്ത്രീകളുടെ വിഷയത്തിലല്ല, സൗഹൃദ ബന്ധത്തിൽ അയാൾ എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്നു എന്ന്. ഇവരെല്ലാം ആരെയൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ അവരെയെല്ലാം പ്രത്യക്ഷത്തിൽ
വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ ആയി ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. എപ്പോഴാണോ ഒരു വ്യക്തിക്ക് നിങ്ങൾ അയാളുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ ആയിട്ട് ഫീൽ ചെയ്യുന്നത്, നിങ്ങൾ അയാളിൽ നിങ്ങൾ പോലും അറിയാതെ ഇംപ്രസ് ആവുന്നു. അതുകൊണ്ട് തന്നെ ആളുകളെ ആകർഷിക്കാനായി അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ശ്രമിക്കുക. ആരെയും ഇഗ്നോർ ചെയ്യാതെ അവരവർക്ക് അർഹിക്കുന്ന ഇമ്പോർട്ടൻസ് കൊടുത്ത് നല്ലൊരു ലിസണർ ആവാൻ ശ്രമിക്കുക. എത്ര വീക്ക് ആയിട്ടുള്ള ആളുകളാണെങ്കിലും അയാളിൽ ഒരു നല്ല വശമുണ്ടാവും. അത് ഏതാണെന്ന് ഒബ്സർവ് ചെയ്ത് ആത്മാർത്ഥമായി അതിനെ അപ്രിഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അവരുടെ പേര് വിളിച്ചുകൊണ്ട് സംസാരിക്കുക. ആളുകൾക്ക് അവരുടെ പേര് മറ്റുള്ളവർ പറഞ്ഞു കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. റൂൾ നമ്പർ 5 ഈസ് ബിക്കം ആൻ ഇൻഫ്ലുവൻസർ ആണ്. ഇൻഫ്ലുവൻസ് ഇസ് ഈക്വൽ ടു അണ്ടർസ്റ്റാൻഡിംഗ് പ്ലസ് റെലവന്റ് ആണ്. ഇൻഫ്ലുവൻസ് എന്ന വാക്കിന്റെ അർത്ഥം സ്വാധീനം എന്നാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റുള്ളവരിൽ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഇൻഫ്ലുവൻസർ ആണ്. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് എന്താണ് ഇഷ്ടമെന്നുള്ളത്. കാരണം നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കല്ല നിങ്ങൾ അവിടെ പ്രിയോറിറ്റി കൊടുക്കേണ്ടത്. ലൈക്ക് ഒരു വ്യക്തി ഒരേ വിഷയത്തെക്കുറിച്ച് തന്നെ പറയുകയും പെരുമാറുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതേ ടോപ്പിക്കിൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അയാളിൽ ഇൻഫ്ലുവൻസ് ആകുന്നു. ഇത് തന്നെ മറിച്ച് ചിന്തിച്ചാൽ നിങ്ങൾ മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്തുന്ന ടോപ്പിക് അവർക്ക് എല്ലായ്പ്പോഴും ഇഷ്ടപ്പെടണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് വെജിറ്റബിൾ ബിരിയാണി വളരെ ഇഷ്ടമാണെന്ന് കരുതി നിങ്ങൾ തുടങ്ങുന്ന പുതിയ ഹോട്ടലിൽ വെജിറ്റബിൾ ബിരിയാണി മാത്രം സെർവ് ചെയ്താൽ അതൊരു പക്ഷേ സക്സസ് ആവണമെന്നില്ല. റൂൾ നമ്പർ 4 ഈസ് റീവർക്ക് ആറ്റിറ്റ്യൂഡ് ആണ്. ജസ്റ്റ് ഇമാജിൻ, ഒരാളുടെ ഫിസിക്കൽ ഹെൽത്ത് ശരിയല്ല, അയാൾക്ക് അയാളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഒരു വിധത്തിലുള്ള കൺട്രോളും ഇല്ല. മദ്യപാനിയായ അയാൾ അത് നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തോറ്റുപോകുന്നു. ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ജീവിതം ജീവിച്ചു തീർക്കുന്നു. നിങ്ങൾ തന്നെ ചിന്തിക്കുക, ഇതുപോലുള്ള ആളുകൾ നിങ്ങൾ അട്രാക്ട് ആവുമോ? മറിച്ച് ഒരു ചെയിൻ സ്മോക്കർ ആയിരുന്ന ഹാർട്ട് പേഷ്യന്റ് പുകവലി നിർത്തുമ്പോൾ നമുക്ക് അയാളോട് ഒരു റെസ്പെക്ട് തോന്നാറില്ലേ? ഏതൊരു അവസ്ഥയിലും അത് ക്യൂർ ആവണമെന്നതിന് ഒരു വലിയ കാരണം എന്നത് നിങ്ങൾ ഏറ്റുവാങ്ങുന്ന തോൽവി വലുതാണെങ്കിൽ റീവർക്ക് ചെയ്തെടുക്കാനുള്ള ചാൻസ് കുറയും. ഇവിടെ ഫെയിലിയറിനെ മിസ്റ്റേക്ക് ആയി കാണാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന്, നിങ്ങളൊരു മാത്സ് പ്രോബ്ലം സോൾവ് ചെയ്യുകയാണെന്ന് കരുതുക. അവിടെ ഒരു മിസ്റ്റേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ അത് ഫെയിലിയർ ആണെന്ന് വിചാരിച്ച് കളയുമോ അതോ മിസ്റ്റേക്ക് തിരുത്തുമോ? അതുകൊണ്ട് ഇതുപോലുള്ള റീവർക്ക് ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ആഡ് ചെയ്യുക. ലൈഫിൽ എവിടെയെങ്കിലും നിങ്ങൾ ഫെയിലിയർ ആയാൽ അതൊരു മിസ്റ്റേക്ക് ആണെന്ന് തിരിച്ചറിയുക. എഴുന്നേറ്റ് റീവർക്ക് ചെയ്യാൻ ശ്രമിക്കുക. റൂൾ നമ്പർ 3 ഈസ് റിജക്ഷൻ ഈസ് അട്രാക്റ്റീവ് ആണ്. നിങ്ങളുടെ സുഹൃത്തുക്കളുമായോ അല്ലെങ്കിൽ നിങ്ങളുടെ ബോയ് ഫ്രണ്ട് ഓർ ഗേൾ ഫ്രണ്ടുമായോ ഒരു ട്രിപ്പ് ഫിക്സ് ചെയ്തെന്ന് കരുതുക. കുറച്ച് ഇമ്പോർട്ടന്റ് കാരണങ്ങളാൽ ഫിക്സ് ചെയ്ത ഡേറ്റിൽ പോകാൻ സാധിക്കാത്തതിനാൽ ട്രിപ്പ് ക്യാൻസൽ ചെയ്യേണ്ടി വരുമെന്ന് അറിയിക്കാനായി നിങ്ങൾ അവർക്ക് മെസ്സേജ് അയക്കാനോ വിളിക്കാനോ ശ്രമിക്കുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുന്നു. ഇത് പറയുമ്പോൾ അവർക്ക് വിഷമമാകുമോ, ദേഷ്യമാകുമോ, അല്ലെങ്കിൽ നമ്മൾ അവരെ പറഞ്ഞ് പറ്റിച്ചതായി തോന്നുമോ എന്നൊക്കെ ഓവർ തിങ്കിങ് ചെയ്യുമ്പോൾ ദ റിയാലിറ്റി ഈസ് മോസ്റ്റ് ഓഫ് ദ ടൈം നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കുക. പ്രത്യക്ഷത്തിൽ അവർ നിങ്ങളോട് ദേഷ്യം അല്ലെങ്കിൽ വിഷമം പ്രകടിപ്പിക്കുമെങ്കിലും അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അവർക്ക് നിങ്ങളോട് റെസ്പെക്ട് ആയിരിക്കും. കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും വലിയ ഒരുപാട് വാല്യുബിൾ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. യു ആർ നോട്ട് ഫ്രീ പേഴ്സൺ ഫോർ വേസ്റ്റിംഗ് ടൈം. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പേഴ്സൺ ആയിരിക്കും. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളാണെങ്കിൽ, നിങ്ങളുടെ വളർച്ച കാണാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, ഇതുപോലുള്ള ക്വാളിറ്റികൾ കാരണം അവർ നിങ്ങളിൽ കൂടുതൽ അട്രാക്ട് ആവാൻ മാത്രമേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആർക്കും എല്ലാ കാര്യങ്ങളിലും ഒരുപാട് അവൈലബിൾ ആവാൻ നിന്നു കൊടുക്കരുത്. ഒരുപക്ഷെ നിങ്ങൾ മറിച്ചും ചിന്തിക്കാം. നിങ്ങളുടെ ഇമ്പോർട്ടൻസ് ജോലികളെല്ലാം മാറ്റിവെച്ച് അയാളെ ഇംപ്രസ് ചെയ്യാനായിട്ട് സമയം ഒതുക്കി വെച്ചാൽ അയാളിൽ നിന്നും കൂടുതൽ സ്നേഹം കിട്ടുമെന്ന്. അത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇംപ്രഷൻസും ഇമ്പോർട്ടൻസും പരസ്പരം ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നിടത്തിലാണ് ക്വാളിറ്റി ലൈഫ് ഉണ്ടാവുന്നത്. റൂൾ നമ്പർ 2 ഈസ് വാക്ക് അവേ ആറ്റിറ്റ്യൂഡ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ സുഹൃത്ത് വലയങ്ങളിൽ ആരെങ്കിലും നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നില്ല എങ്കിൽ എന്ത് ചെയ്താലും എതിരഭിപ്രായം പറയുന്നവർ ഉണ്ടെങ്കിൽ അവരെ തിരുത്താൻ നിൽക്കരുത്. ഇവിടെ വാക്കവേ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് കൃത്യമായി അറിയുന്ന ഒരു വ്യക്തി ഒരിക്കലും ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് നിന്നു കൊടുക്കാറില്ല. കാരണം അവിടെ അയാൾക്ക് അയാളുടെ സെൽഫ് റെസ്പെക്ട് ആയിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു നോർമൽ പേഴ്സൺ എതിർക്കുന്നവരുമായി ഉച്ചത്തിൽ വാക്കേറ്റത്തിന് മുതിരുമ്പോൾ വാക്കവേ ആറ്റിറ്റ്യൂഡുള്ള ഒരാൾ സമാധാനത്തോടെ ആ കോൺവെർസേഷനിൽ നിന്നും മനഃപൂർവ്വം വിട്ടു നിൽക്കുന്നു. കാരണം അവർക്ക് അവരുടെ ടൈം ആൻഡ് എനർജി വളരെ ഇമ്പോർട്ടന്റ് ആണ്. റൂൾ നമ്പർ 1 ഈസ് ലീഡർഷിപ്പ് ക്വാളിറ്റി ആണ്. ഒരു റെസ്പോൺസിബിൾ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാൾ അയാളുടെ ജോലി സ്ഥലത്ത് മാത്രമായിരിക്കില്ല, അയാളുടെ സുഹൃത്ത് വലയത്തിലും കുടുംബത്തിലും സമൂഹത്തിലും അയാൾ ഹീറോ ആയിരിക്കും. ആർക്ക് എന്തൊരു പ്രശ്നം വന്നാലും അയാൾ ആദ്യം ഓർക്കാനുള്ള കാരണം അയാൾ പ്രിഫർ ചെയ്യുന്ന സൊല്യൂഷനിൽ പരസ്പര ബഹുമാനമുണ്ട്, വലിയ വിശ്വാസമുണ്ട്. ഇത് എല്ലാവരെ കൊണ്ടും ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല. കാരണം ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാൾക്ക് ആദ്യം വേണ്ടത് അയാൾക്ക് അയാളോട് തന്നെയുള്ള ആത്മാർത്ഥതയും സത്യസന്ധതയുമാണ്. ഉദാഹരണത്തിന് ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ അതിൽ നായകനെ ഒരു വലിയ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളായിട്ടാണ് പോർട്രേറ്റ് ചെയ്യപ്പെടാറുള്ളത്. അയാൾ തെറ്റുകൾ ചെയ്യാറില്ല, ചെയ്യുന്നവരെ വെറുതെ വിടാറുമില്ല. അവർ എപ്പോഴും ഫിയർലെസ് ആയിരിക്കും, ഒരു ഗുഡ് ഡിസിഷൻ മേക്കർ ആയിരിക്കും, ഫ്രണ്ട് സർക്കിളിലെ ലീഡർ ആയിരിക്കും. അയാൾ പറഞ്ഞാലേ ഗ്രൂപ്പിലെ വില്ലന്മാർ പോലും അനുസരിക്കുകയുള്ളൂ. ഇതൊരു പക്ഷെ അയാൾ കാഴ്ചയിൽ ശക്തിയുള്ളവനോ ഭംഗിയുള്ളത് കൊണ്ടോ കുറെ പണമുള്ളത് കൊണ്ടോ വലിയ ജോബ് പ്രൊഫൈൽ ഉള്ളത് കൊണ്ടോ ആയിരിക്കണമെന്നില്ല. ഇഫ് യു ആർ ജെനുവിൻ ഫ്രം യുവർ ഹാർട്ട്, നിങ്ങൾക്കും ഒരു റെസ്പോൺസിബിൾ ലീഡർഷിപ്പ് ക്വാളിറ്റി ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഞാനിവിടെ ജനിച്ചു മരിച്ചു എന്നതിലുപരി ഞാനിവിടെ എന്ത് ചെയ്തു എന്നതിലാണ് പ്രസക്തി. ആരെയും ഇഗ്നോർ ചെയ്യാതെ എല്ലാവരുടെ മനസ്സിലും ഓർമ്മകളിലും ജീവിച്ചിരിക്കാനായി ഈ 10 ഗോൾഡൻ റൂൾസ് നിങ്ങളുടെ ഹാബിറ്റിൽ ആഡ് ചെയ്യുക. ചുറ്റിലുമുള്ളവരെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കുക. മറ്റൊരു വീഡിയോ കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.